വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ജെഇഇ മെയിൻ സെഷൻ 2 രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാർച്ച് 2-ാം തീയതി വരെയാണ് ജെഇഇ മെയിൻ സെഷൻ 2-ലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. നേരത്തെ ജെഇഇ മെയിൻ സെഷൻ 1-ലേക്കുള്ള രജിസ്ട്രേഷൻ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജെഇഇ മെയിൻ സെഷൻ 2-ലേക്കുള്ള രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു ജെഇഇ മെയിൻ സെഷൻ 1, സെഷൻ 2 എന്നിവയിൽ നിങ്ങൾ ഏതെങ്കിലും എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഈ സെഷൻസിലും അറ്റൻഡ് ചെയ്ത ശേഷം അതിൽ മികച്ച സ്കോർ ഏതിലാണോ ആ ഒരു സെഷനിലെ സ്കോറാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്ക്, അതായത് ആ ഒരു സ്കോറാണ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുക. നിങ്ങൾ നേരത്തെയുള്ള സെഷൻ 2 അതായത് സെഷൻ 1 രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ 2-ൽ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ജെഇഇ മെയിൻ എന്താണെന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും അറിയാത്ത കാര്യമായിരിക്കും. ഈ ഒരു ജെഇഇ മെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് IIT, അതുപോലെ തന്നെ IIIT, അതുപോലെ തന്നെ NIT ഇതുപോലുള്ള അതായത് ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് പ്രവേശനം നേടുന്നതിനായിട്ട് നിങ്ങൾക്ക്, അതായത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജെഇഇ മെയിൻ എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. അതിനുശേഷം ജെഇഇ മെയിനിൽ നിന്നും സെലക്റ്റഡ് ആവുന്ന ഏകദേശം 2.5 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് ജെഇഇ മെയിൻ എഴുതിയ ശേഷം ജെഇഇ അഡ്വാൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് ഈ ഒരു ജെഇഇ അഡ്വാൻസിനെ അഭിമുഖീകരിക്കുന്നതിനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ജെഇഇ മെയിൻ സെഷൻ 1 രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു സെഷൻ 2-ലേക്കുള്ള രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ജെഇഇ മെയിൻ സെഷൻ 2 എക്സാമിനേഷൻ്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ +2-ന് പഠിക്കുന്ന ആ ഒരു സിലബസ് തന്നെയാണ്. അതായത് ഈ ഒരു സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ജെഇഇ മെയിൻ സെഷൻ എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക്, അതായത് ജെഇഇ മെയിൻ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു സർക്കുലർ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു സർക്കുലർ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പ്രകാരം ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത് ഈ ഒരു 4-ാം തീയതി, അതായത് ഏപ്രിൽ 4-നും അതുപോലെ ഏപ്രിൽ 15-നും ഇടയിലായിട്ടാണ് നടത്തപ്പെടുക. അതുപോലെ തന്നെ ഫെബ്രുവരി 2-ാം തീയതി മുതൽ മാർച്ച് 2-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അതായത് മാർച്ച് 2-ാം തീയതി രാത്രി 11 മണി വരെയാണ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുന്നത് ഈ ഒരു മാർച്ച് 2-ാം തീയതി രാത്രി 11:50 വരെയാണ് ഓൺലൈനായിട്ട് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനും സാധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ആ ഒരു അപേക്ഷ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേപ്പർ, അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ ഏത് മീഡിയത്തിലാണ് എക്സാമിനേഷൻ വേണ്ടത്, അതുപോലുള്ള ആ ഒരു ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം സിറ്റി എവിടെയാണ് വേണ്ടത്, അതുപോലെ തന്നെ സ്റ്റേറ്റ് കോഡ് ഏതാണ്, അത് നിങ്ങളുടെ ആ ഒരു സംസ്ഥാനത്തിൻ്റെ കോഡ്, കേരളത്തിൻ്റെ കോഡ് ഏതാണ് അതാണ് നൽകേണ്ടത് കേരളത്തിൽ എക്സാമിനേഷൻ വേണ്ടവർക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇതൊക്കെ നൽകിയ ശേഷം അവസാനത്തെ സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു എക്സാം ഫീ അടക്കേണ്ടത്. അതുകൊണ്ടാണ് ആ ഒരു എക്സാം ഫീസ് അടക്കുന്നതിനായിട്ട് ആ ഒരു 2-ാം തീയതി രാത്രി 11:50 വരെ സമയം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഈ ഒരു ജെഇഇ മെയിൻ സെഷൻ 1 രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ആയിരുന്നാലും ഈ ഒരു സെഷൻ 2 എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ വിജയിച്ച് കഴിഞ്ഞാൽ ഏകദേശം എലിജിബിൾ ആവുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ഏകദേശം 2.5 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് ജെഇഇ അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കുക. അപ്പോൾ ജെഇഇയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള jeimain.nta.ac.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് അക്ഷയ വഴിയും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ ആ ഒരു എക്സാമിനേഷൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.